ഇന്നലെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അവിടെ CPM-ന്റെ കൗൺസിലർ വനിതാ പോലീസിനെ മർദ്ദിച്ചു എന്ന പരാതി ഉയർന്നു. തുടർന്ന് വനിതാ പോലീസ് ആശുപത്രിയിൽ അഡ്മിറ്റായി. CPM കൗൺസിലർക്കെതിരെ കേസെടുത്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പിടിച്ചു തെള്ളുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ രണ്ട് സ്ത്രീകളെ കടത്തിവിടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിർബന്ധിച്ച് ഇതിലൂടെയൊക്കെ ആളുകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു വഴിയാണ്. അവിടെ സ്ത്രീകളെ കടത്തിവിടണമെന്ന് നിർബന്ധം പിടിക്കുകയും തുടർന്ന് പോലീസുമായി വാക്കേറ്റമുണ്ടാവുകയും തുടർന്നാണ് ഈ വനിതാ പോലീസിനെ പിടിച്ചു തള്ളുകയും മറ്റും ചെയ്തത്. ഇയാൾക്കെതിരെ നേരത്തെയും ഇത്തരം പരാതികളുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് ഇപ്പോൾ കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. ആറ്റുകാൽ കൗൺസിലർ ഉണ്ണികൃഷ്ണനെതിരെയാണ് കേസെടുത്തത്. കൗൺസിലറുടെ രാജി ആവശ്യപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിഷേധവും ഇന്ന് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ വളരെ കൃത്യമായി കാണാം. വിനോദ്, ഈ ദൃശ്യങ്ങളിൽ കാണാം വനിതാ പോലീസ് ഈ സ്റ്റെപ്പിൽ നിന്ന് പുറകോട്ടേക്ക് ഒരു പിടിച്ചു തള്ളിയ ലക്ഷണമൊക്കെ കാണാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതിലൊരു മറ്റൊരു തലത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ? അവിടെ ആറ്റുകാൽ ഉത്സവം നടക്കുകയാണ്. പൊങ്കാലയ്ക്ക് മുൻപായി തന്നെ വലിയ തോതിൽ ഭക്തജനങ്ങൾ അവിടെ എത്തുന്നു. നിയന്ത്രണം ഉള്ള ഭാഗത്ത്, അതായത് അവിടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ഭാഗത്ത് കൂടി ആളുകളെ പ്രവേശിപ്പിക്കാനുള്ള ശ്രമം ആണ്. അവിടെ ഈ ഒരു തർക്കം ഉണ്ടാകുന്നു. ആ തർക്കത്തിനിടയിലാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പിറകിലേക്ക് മറഞ്ഞു പോകുന്നത്. ഈ സംഭവത്തിൽ BJP-യും UDF-ഉം പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൗൺസിലറുടെ വീട്ടിലേക്ക്, അതായത് വീടിനോട് ചേർന്ന് തന്നെയാണ് കൗൺസിലറുടെ ഓഫീസും പ്രവർത്തിക്കുന്നത്. അവിടേക്ക് ഇന്ന് 10 മണിയോടുകൂടി കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. അതോടൊപ്പം തന്നെ BJP-യും മാർച്ച് നടത്തുന്നുണ്ട്. അതിന്റെ സമയം തീരുമാനിച്ചിട്ടില്ല. ഹിന്ദു ഐക്യവേദി ഫോർട്ട് സ്റ്റേഷനിലേക്ക്, ഫോർട്ട് പോലീസാണ് കൗൺസിലർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഫോർട്ട് സ്റ്റേഷനിലേക്ക് കൗൺസിലറുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയും ഇന്ന് ഫോർട്ട് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. CPM സമ്മേളനം നടക്കുന്ന ഒരു സമയത്താണ് ഒരു കൗൺസിലറുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഇത് രാഷ്ട്രീയ പാർട്ടികൾ അത് വലിയ വിവാദമാക്കാൻ ശ്രമിക്കും. സ്വാഭാവികമായും ആറ്റുകാൽ പോലെ ഒരു പ്രധാനപ്പെട്ട പുണ്യ കേന്ദ്രമാണ്. അവിടെ ഇങ്ങനെ ഒരു കൗൺസിലറുടെ ഭാഗത്ത് നിന്ന് മോശം പെരുമാറ്റമുണ്ടായി എന്നത് രാഷ്ട്രീയമായി മാറുകയാണ്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ പിടിച്ചു തള്ളി എന്നതാണ് കഴിഞ്ഞ ദിവസം ഈ പരാതിയായി ഉയർന്നു വന്നത്. രഞ്ജിത്ത്, ദൃശ്യങ്ങൾ നമുക്കത് കാണാം. വിനോദ്, ഈ ഒരു ചെറിയ വാക്കേറ്റം അവിടെയുണ്ട്. കുറെ നേരം ഇദ്ദേഹം അവിടെ നിന്ന് പോലീസുകാരുമായി തർക്കിക്കുന്നുണ്ട്. അതിനുശേഷം ബലമായി ഈ സ്ത്രീകളെ കടത്തിവിടാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥയെ പുറകോട്ട് തള്ളുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നത്. ഇത് ഒരു വനിതയാണ്, നമുക്കറിയാം. അതിന്റെ ഒരു ഗൗരവം കൂടി കേസിലുണ്ടാകുമല്ലോ, അല്ലെ? തീർച്ചയായും അവിടെ ഒരു കയ്യേറ്റം അല്ലെങ്കിൽ ഒരു കയ്യാങ്കളിയുടെ സാധ്യത ഒഴിവാക്കേണ്ടതായിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ അവർക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. നിയന്ത്രണമുള്ള പ്രദേശമാണ് അവിടെ. ആ വഴിയിലൂടെ നിയന്ത്രണമുള്ള പ്രദേശമാണ്. ചില ആളുകൾക്ക് മാത്രം, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള പ്രവേശനത്തിന് അല്ലെങ്കിൽ മറ്റു ചില സമയങ്ങളിൽ മാത്രം ആളുകളെ കടത്തിവിടുന്ന തരത്തിലുള്ള ഒരു വഴിയാണ്. അവിടെയാണ് ഈ ഒരു തർക്കം ഉണ്ടാകുന്നത്. ആ സമയത്ത് അതുവഴി ആളുകളെ കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ തർക്കം പിന്നീട് ഈ ഉന്തുംതള്ളിലേക്ക് മാറുകയായിരുന്നു. ഇതിനിടയിലാണ് ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ സ്റ്റെപ്പിൽ നിന്ന് പിറകിലേക്ക് മറിഞ്ഞു പോകുന്നത്. അവിടെ കൗൺസിലറുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നടപടി ഉണ്ടാകേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയിൽ അല്ലെങ്കിൽ സംസാരിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യം അങ്ങനെ ഒരു ഉന്തും തള്ളിലേക്കും കയ്യാങ്കളിയിലേക്കും ഒരു ജനപ്രതിനിധി അദ്ദേഹം തന്നെ അത് പോകുന്നത് ശരിയാണോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. ഏതായിരുന്നാലും പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഒരേ സമയം BJP-യുടെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉയർന്നു വരികയാണ്. രണ്ട് പാർട്ടികളും ഇന്ന് കൗൺസിലറുടെ വീട്ടിലേക്ക്, വീടും ഓഫീസും ഒരുമിച്ച് തന്നെയാണ് ഉള്ളത്. അവിടേക്ക് മാർച്ച് നടത്താനുള്ള തീരുമാനമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ദൃശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൗൺസിലർ തന്നെ നൽകി എന്നതാണ്. കാരണം തന്റെ ഭാഗത്ത് മറ്റ് പിശകില്ല, അല്ലെങ്കിൽ താൻ ബോധപൂർവം അവരെ കയ്യേറ്റം ചെയ്തിട്ടില്ല, അങ്ങനെ കയ്യാങ്കളിയോ അല്ലെങ്കിൽ വനിതാ പോലീസുകാരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമോ ഉണ്ടായിട്ടില്ല എന്നത് കൃത്യമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് വ്യക്തമാക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ ഈ ദൃശ്യം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ഇത് കൈമാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം പറയുന്നത് ബോധപൂർവം അവരുടെ ശരീരത്തിൽ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ ആ തരത്തിലൊരു കയ്യേറ്റം നടത്തുകയോ അല്ല. അവിടെ ഒരു കശവിഷയം ഉണ്ടായപ്പോൾ, ഒരു ഉന്തും തള്ളും ഉണ്ടായപ്പോൾ പിന്നിൽ നിന്ന വനിതാ ഉദ്യോഗസ്ഥ പിറകിലേക്ക് അവർ ആ സ്റ്റെപ്പിലേക്ക് മറിഞ്ഞു പോവുകയായിരുന്നു, അവർ ഇറങ്ങി പോവുകയായിരുന്നു എന്ന കാര്യമാണ്. അല്ലാതെ ബോധപൂർവം അവരുടെ ശരീരത്തിൽ തൊടുകയോ അവരെ മർദ്ദിക്കുകയോ ചെയ്തിട്ടില്ലെന്നൊരു വിശദീകരണമാണ് കൗൺസിലർ നൽകുന്നത്. ഏതായിരുന്നാലും അങ്ങനെ ഒരു കയ്യാങ്കളി, പ്രത്യേകിച്ച് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇങ്ങനെ പൊങ്കാല പോലെ ഒരു വലിയ ഉത്സവം നടക്കുമ്പോൾ സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ഒരു ക്ഷേത്രത്തിൽ ഏതെങ്കിലും നിസ്സാര കാര്യത്തിന്റെ പേരിൽ
അങ്ങനെ ഒരു കയ്യാങ്കളിയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നോ എന്ന ചോദ്യമാണ്. ശരി, വി വിനോദ് വിവരങ്ങൾ പങ്കുവച്ചു. കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂരിൽ അമ്മയുടെയും കുട്ടികളുടെയും ആത്മഹത്യ മലയാളിയെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. ഇതിൽ ഷൈനിയുടെ കുടുംബത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. ഷൈനിക്ക് ജോലി ലഭിക്കാതിരിക്കാൻ കാരണം പിതാവിന്റെ ഇടപെടലാണെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് മോശം ഇടപെടൽ ഉണ്ടായതും ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് ആരോപണം. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരും. ശ്രീജിത്ത്, ഈ വിഷയത്തിൽ പലവിധ ആരോപണങ്ങളുണ്ട്. ഭർത്താവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിഷയങ്ങൾ ഇതിൽ കടന്നു വരുന്നത്? രഞ്ജിത്ത്, ഈ വിഷയത്തിൽ ഈ ഷൈനിയുടെ മക്കളുടെയും ആത്മഹത്യയിൽ പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ക്നാനായ സമുദായ അംഗങ്ങളാണ് ഇവർ. പക്ഷേ ഈ നോബിയുടെ ജ്യേഷ്ഠൻ ബോബിയുണ്ട്. അദ്ദേഹം ഈ ഇടപെടൽ നടത്തി ഈ കേസ് അട്ടിമറിക്കാൻ പല ശ്രമവും നടത്തി എന്നതാണ് ആരോപണം ഉള്ളത്. എന്തായാലും ഇതിൽ പ്രതിഷേധിച്ചാണ് കോട്ടയത്തെ ചുങ്കം മള്ളുശ്ശേരി സെന്റ് തോമസ് പള്ളിയിൽ പ്രതിഷേധം നടക്കുന്നത്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടെ കുർബാന കഴിഞ്ഞ ശേഷം ഇവിടെ വിശ്വാസികൾ പ്രതിഷേധിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വൈദികനെതിരെ അടക്കം നടപടി ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ട്. നിലവിൽ ഓസ്ട്രേലിയയിലാണെങ്കിൽ പോലും അയാൾക്കെതിരെ നടപടി വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വിശ്വാസികൾ കുർബാനയ്ക്ക് ശേഷം ഇപ്പോൾ പള്ളിക്ക് മുന്നിലെത്തി അവരുടെ പ്രതിഷേധം തുടരുകയാണ്. രഞ്ജിത്ത്, വിശ്വാസികളുടെ പ്രതിഷേധം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ക്നാനായ സമുദായ അംഗമാണ് ഷൈനിയുടെ ആത്മഹത്യ ഭർത്താവുമായി നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ കൂടുതൽ നടപടികൾ വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് സമുദായം എന്ന് വേണം മനസ്സിലാക്കാൻ. പള്ളിയിലുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. തന്റെ മക്കളെയും കൂട്ടി മരണത്തെ കൊലുകിയപ്പോൾ നമ്മൾ ഒരു നിമിഷം ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഒന്ന് ഓർക്കുക. 11ഉം 10ഉം വയസ്സായ ആ പിഞ്ചോമനകളെ അവരും തന്റെ പിതാവിൽ നിന്ന് ആ ഭവനത്തിൽ എത്രമാത്രം ക്രൂരമായ പീഡനവും വേദനയും അനുഭവിച്ചുകൊണ്ടായിരിക്കാം തന്റെ പെറ്റമ്മയോടുകൂടെ മരണത്തെ കൊൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ഇടുക്കി നെടുങ്കണ്ടത്ത് ജോലി തേടിയെത്തിയ അസം സ്വദേശിനി ബലാത്സംഗത്തിനിരയായി ഭർത്താവിനൊപ്പം എത്തിയ യുവതിയാണ് അസം സ്വദേശികൾ തന്നെയായ 4 പേർ ഉപദ്രവിച്ചത്. സംഭവത്തിൽ പ്രതികളായ സദാം, അജിമുദ്ദീൻ, ഖൈറുൽ ഇസ്ലാം, മുക്കി റഹ്മാൻ എന്നിവർ പിടിയിലായി. അസം സ്വദേശികളായ സദാം ഹുസൈൻ, അജിമുദ്ദീൻ, ഖൈറുൽ ഇസ്ലാം, മുക്കി റഹ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച രാത്രിയാണ് അസം സ്വദേശിനിയും ഭർത്താവും കുട്ടിയും ജോലി തേടി നെടുങ്കണ്ടത്തെത്തിയത്. തുടർന്ന് സദാം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഒപ്പം ഇയാളുടെ മറ്റ് സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി. ഭർത്താവിനെയും കുട്ടിയെയും ഒരു മുറിയിൽ ഇരുത്തിയ ശേഷം യുവതിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പരാതി. സദാമാണ് യുവതിയെ പീഡിപ്പിച്ചത്. മറ്റ് പ്രതികളും ലൈംഗിക അതിക്രമം നടത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തെന്ന് യുവതി പോലീസിൽ മൊഴി നൽകി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പോലീസ് അന്വേഷിച്ച് വരവേ ഇവരടുത്ത് തന്നെ ടൗണിലുണ്ട് എന്ന് പേര് ലഭിച്ചതിനെ തുടർന്ന് അവരെ നമ്മൾ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുക്കപ്പെട്ട ആൾക്കാർ നൽകിയ വിവരമനുസരിച്ച് മറ്റ് 4 പ്രതികളെയും ഇന്നേ ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കേസ് രജിസ്റ്റർ ബലാത്സംഗത്തിന് ഉൾപ്പെടെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 4 പ്രതികളെയും അവരെ അറസ്റ്റ് ചെയ്യപ്പെടുത്തി. രാവിലെ നെടുങ്കണ്ടം ടൗണിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന യുവതിയെയും ഭർത്താവിനെയും കുട്ടിയെയും കണ്ട നാട്ടുകാർ വിവരം തിരക്കുകയും പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ബലാത്സംഗ വിവരം പുറത്തറിയുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇൻസ്റ്റാഗ്രാം വഴി പ്രണയം നടിച്ച് 16-കാരിയെ പീഡിപ്പിച്ചയാൾ മലപ്പുറത്ത് പിടിയിൽ. വല്ലപ്പുഴ ചെറുകോട് സ്വദേശി ഷിബിലിയാണ് അറസ്റ്റിലായത്. വയനാട്ടിൽ നിന്ന് മലപ്പുറം വളാഞ്ചേരിയിൽ എത്തിച്ചാണ് ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയത്തിലായ 16-കാരിയെ മലപ്പുറത്തെത്തിച്ച് പീഡനത്തിനിരയാക്കിയ കേസിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. വല്ലപ്പുഴ ചെറുകോട് സ്വദേശി തിരുത്തുമ്മൽ ഷിബിലിയാണ് പിടിയിലായത്. വളാഞ്ചേരി പോലീസാണ് ഷിബിലിയെ ചെറുകോട് നിന്ന് അറസ്റ്റ് ചെയ്തത്. വയനാട് സ്വദേശിയായ പെൺകുട്ടിയെ പ്രണയം നടിച്ച് മലപ്പുറത്തേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നാണ് പരാതി. പെൺകുട്ടി വയനാട് പോലീസിൽ നൽകിയ പരാതി വളാഞ്ചേരി പോലീസിന് കൈമാറുകയായിരുന്നു.
ഇൻസ്റ്റഗ്രാം വഴിയാണ് ഷിബിലി പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. തുടർന്ന് വയനാട്ടിൽ നിന്ന് വളാഞ്ചേരിയിൽ ബസ്സിറങ്ങിയ പെൺകുട്ടിയെ ചെറുകോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇയാൾക്കെതിരെ സമാന പരാതികളുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം